തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഒന്നവിടെ ചാർത്തി ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത്. ഹായ് കൂട്ടുകാരെ, വിഷുവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് വിഷു? എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? അത് ഞാൻ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. എന്താണ് വിഷു എന്ന് ആദ്യം പരിചയപ്പെടുത്താം. തുല്യമായത് വിഷുവം. രാവും പകലും തുല്യമായി വരുന്ന ദിനമാണ് വിഷു. കേരളത്തിന്റെ കാർഷികോത്സവം ആണ് വിഷു. വിളവെടുപ്പുത്സവം എന്ന് തന്നെ പറയാം. പഴങ്ങളും പച്ചക്കറികളൊക്കെ മൂത്ത് പഴുത്ത് പാകമായി നിറയെ സമ്പൽ സമൃദ്ധമായ ഒരു മാസം, മേടമാസം. മേടം 1 വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായി വരുന്നത് ഇപ്പോൾ മേടമാസത്തിലല്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം വ്യത്യാസങ്ങളുണ്ട്. മീനമാസത്തിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് ചില വർഷങ്ങളിൽ. എങ്കിലും പണ്ട് മുതൽ ആചരിച്ചു വരുന്നത് കൊണ്ട് നാം വിഷു മേടം 1 തന്നെയാണ് ആഘോഷിക്കാറ്. വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വിത്തിടൽ ചടങ്ങ് ആരംഭിക്കും. പച്ചക്കറി വിത്തുകളെല്ലാം, ധാന്യങ്ങളെല്ലാം മണ്ണിലേക്ക് ഇറക്കും കർഷകർ. വിഷുവിന്റെ തലേദിവസം വിഷു സംക്രാന്തി എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കും. പൊട്ടിക്കിടക്കുന്ന പൂച്ചട്ടികളൊക്കെ മുറ്റത്തു നിന്നും ഒഴിവാക്കും. കുപ്പയും ചപ്പുമൊക്കെ അടിച്ചു വാരി ആകെ വൃത്തിയാക്കി ഇടണം. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ കണി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയാണ് വിഷു. വിഷു എന്നാൽ വൃത്തിയാണ്. കേരളത്തിന്റെ പുഷ്പമായ, അതായത് നമ്മുടെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന തലേദിവസം തന്നെ വൈകിട്ട് അറുത്തുവയ്ക്കും കണി കാണാൻ. കൃഷ്ണന്റെ ഇഷ്ടപ്പെട്ട പൂവാണ്. പൊന്നരഞ്ഞാണം ചാർത്തും പോലെയാണ് കൃഷ്ണന് കണിക്കൊന്ന. തുളസിമാലയൊക്കെ കെട്ടി ഭഗവാനെ അലങ്കരിച്ചാണ് കണിക്കായി ഒരുക്കുന്നത്. തെച്ചിയും പിച്ചിയും അല്ലെങ്കിൽ മുല്ലയും ഒക്കെ ഉപയോഗിക്കുന്നു. കൂടാതെ ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടി കണി കാണുന്നതിന് വേണ്ടി ഒരുക്കാൻ തുടങ്ങും തലേദിവസം തന്നെ. പല ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ദക്ഷയാഗത്തിന് പോയ സതീദേവി, പരമശിവന്റെ അനുവാദമില്ലാതെ ദക്ഷയാഗത്തിന് സ്വന്തം പിതാവിന്റെ യാഗശാലയിലേക്ക് പോയ സതീദേവി യാഗാഗ്നിയിൽ ചാടി മരിക്കുകയും സതീദേവിയുടെ ദേഹവിയോഗത്തിൽ മനം നൊന്ത പരമശിവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീഴുകയും ചെയ്തു. അത് പതിച്ചത് ഭൂമിയിൽ തന്നെ ആയിരുന്നു. ഭൂമിദേവി അതുകൊണ്ട് അത് ഏറ്റുവാങ്ങി. അങ്ങനെ ഭൂമിദേവിക്ക് ശിവന്റെ കണ്ണുനീർ തുള്ളി ഒരു പുത്രനായി ജനിച്ചു. അതാണ് നരകാസുരന്റെ ജനനത്തിന് കാരണമായത്. അങ്ങനെ ഭൂമിയിൽ നരകാസുരൻ ജനിച്ചു. നല്ല പരാക്രമിയും കഴിവുള്ളവനും ആയിരുന്നു നരകാസുരൻ. ശിവന്റെ അംശമല്ലേ. നരകാസുരൻ അങ്ങനെ ഘോര തപസ് തുടങ്ങി. ആ തപസ്സിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, അമ്മയല്ലാതെ എന്നെ ആരും കൊല്ലരുത്. നരകാസുരന്റെ ഈ ഒരു ആഗ്രഹം ബ്രഹ്മാവ് സാധിച്ചു കൊടുത്തു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷം നരകാസുരൻ ഒരു രാജധാനി പണിതു. നരകാസുരന്റെ അടുത്തേക്ക് ആരും അങ്ങനെ ആക്രമിക്കാൻ ചെല്ലാതിരിക്കാൻ വേണ്ടി 7 തടസ്സങ്ങൾ നരകാസുരൻ ഉണ്ടാക്കി. തന്റെ രാജധാനിക്ക് കടക്കും മുമ്പ് ഹിമജലം കൊണ്ടൊരു കിടങ്ങുണ്ടാക്കി. അത്ര പെട്ടെന്ന് ആർക്കും അത് താണ്ടി വരാൻ സാധിക്കുമായിരുന്നില്ല. ഇരുമ്പു തൂണുകൾ കൊണ്ട് ഇടനാഴികൾ മറച്ചു. ഒരു വാനരനെ ഒരു ഭാഗത്ത് നിർത്തി, ഒരു മതിലിനകത്ത് നിർത്തി. ആ വാനരൻ മഹാവിഷ്ണുവാൽ മരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവനും ആയിരുന്നു. പിന്നെ അടുത്ത ഒരു തടസ്സം എന്ന് പറയുന്നത് മുരാസുരനാണ്. 5 മുഖമുള്ള ഒരാസുരനെ ഒരു ഭാഗത്ത് നിർത്തി. ആരെങ്കിലും വന്നാൽ മുരാസുരന്റെ ആഹാരമാകും. മറ്റു ഭാഗങ്ങളിൽ മൃഗങ്ങൾ, ക്രൂരരായ മൃഗങ്ങളെ കാവൽ നിർത്തി.
ശക്തമായ പാറക്കെട്ടുകൾ വഴിയിൽ തടസ്സങ്ങളായി സൃഷ്ടിച്ചു. അഹങ്കാരിയായ നരകാസുരൻ തൻ്റെ വസതിയിൽ അഹങ്കാരത്തോട് തന്നെ ജീവിച്ചു. ആർക്കും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. അഹങ്കാരിയായ നരകാസുരൻ 16,000-ൽ പരം സ്ത്രീരത്നങ്ങളെ, കന്യകമാരെ തട്ടിക്കൊണ്ടുപോയി തടവറയിൽ പാർപ്പിച്ചു. അങ്ങനെ ക്രൂരതകൾ തന്നെയാണ് നരകാസുരൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് മുനിമാരെ ആക്രമിക്കാനായി പദ്ധതിയിട്ടു. ഇതറിഞ്ഞ മുനിമാർ വേഗം ദ്വാരകയിലേക്ക് ചെന്നു. കൃഷ്ണന്റെ രാജ്യമായ ദ്വാരകയിലേക്ക് ചെന്നു. അവിടെ പോയി ഉഗ്രസേന രാജാവിനോട് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉണർത്തിച്ചു. അപ്പോൾ ഉഗ്രസേന രാജാവ് പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ അവതാരമെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. എങ്ങനെ? സ്വന്തം അമ്മയ്ക്കല്ലേ അവനെ കൊല്ലാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ഉഗ്രസേന രാജാവ് പറഞ്ഞു, വഴിയുണ്ടാകും, നിങ്ങൾ സമാധാനമായി പോയിക്കൊള്ളുവിൻ. അങ്ങനെ മുനിമാർ അവരുടെ സ്ഥലത്തേക്ക് സമാധാനത്തോടെ പോയി. ഉഗ്രസേന രാജാവിന്റെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്നിയായ സത്യഭാമയോടൊപ്പം ഗരുഡന്റെ പുറത്ത് കയറി നരകാസുരനെ വധിക്കാൻ പുറപ്പെട്ടു. ഭൂമി ദേവിയുടെ അവതാരമാണ് സത്യഭാമ. ഭൂമി ദേവിയാണ് സത്യഭാമയായി, ഒരംശം സത്യഭാമയായി പുനർജനിച്ചിരിക്കുകയാണ് ഭഗവാന്റെ പത്നിയായി. അപ്പോൾ നരകാസുരന്റെ അമ്മ തന്നെയല്ലേ. ഭഗവാൻ അറിയാം അമ്മയ്ക്ക് മകനെ കൊല്ലാൻ പറ്റൂ, പക്ഷെ അമ്മയ്ക്ക് പറ്റുകയുമില്ല. അപ്പൊ അമ്മയുടെ അംശം ആയി സത്യഭാമയോടൊപ്പം ഭഗവാൻ കൃഷ്ണൻ പുറപ്പെട്ടു. വഴിയിലെ തടസ്സങ്ങളെല്ലാം കണ്ട് സത്യഭാമ പറഞ്ഞു, എങ്ങനെ നമ്മൾ നരകാസുരന്റെ അടുത്തേക്ക് എത്തും? ഭഗവാനല്ലേ, അറിയാത്ത വല്ല കാര്യങ്ങളുമുണ്ടോ? സുദർശന ചക്രം എടുത്തു വിട്ടു, തീപ്പൊരിച്ചിതറി, ഹിമജലം മുഴുവൻ വറ്റിപ്പോയി. കൗമോദകി എന്നാണ് ഭഗവാന്റെ ഗദയുടെ പേര്. ശംഖ് ചക്ര ഗദാധാരിയാണല്ലോ. ആ ഗദ, അതായത് കൗമോദകി ഉപയോഗിച്ച് പാറക്കെട്ടുകളെ ആട്ടിച്ച് തകർത്തു. തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് 5 മുഖമുള്ള മുരാസുരന്റെ 5 മുഖവും അറുത്തെറിഞ്ഞു. ക്രൂരമൃഗങ്ങളെ നോക്കിയതും പുഞ്ചിരി കൊണ്ട് നോക്കിയതും മൃഗങ്ങളെല്ലാം ശാന്തരായി. ഭഗവാന്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയാണല്ലോ. കേട്ടതെല്ലാം കൊടുക്കുന്നവനല്ലേ ഭഗവാൻ കൃഷ്ണൻ. എന്തായാലും സത്യഭാമയ്ക്ക് ഇതെല്ലാം കണ്ട ശേഷം ഭഗവാനോട് ഇഷ്ടം കൂടി. സത്യഭാമ പറഞ്ഞു, അടുത്തത് നരകാസുരനെ വധിക്കുക എന്നുള്ള വലിയ കർത്തവ്യമാണ്. എങ്ങനെ വധിക്കും? അമ്മയ്ക്കല്ലേ പറ്റൂ. സത്യഭാമയോട് ഭഗവാൻ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. സുദർശന ചക്രം വിട്ടു, പക്ഷേ നരകാസുരന്റെ മേലെ കൊണ്ടത് തിരിച്ചു വന്നു. അമ്പുകൾ ധാരാളം എയ്തു, എന്തെല്ലാമോ അമ്പുകൾ എയ്തു. എല്ലാം അവൻ വിഴുങ്ങി, അമ്പുകളെയൊക്കെ വിഴുങ്ങി. ഇവൻ ചില്ലറക്കാരനല്ല. ഉടനെ ഒരമ്പെടുത്ത് സത്യഭാമയ്ക്ക് കൊടുത്തു. എയ്തോളൂ. ദേവി എയ്തു. ഒറ്റ അമ്പിൽ തന്നെ നരകാസുരൻ അതാ കിടക്കുന്നു, മരിച്ചു വീണു. അവന്റെ കഥ കഴിഞ്ഞു. ഉടനെ തന്നെ ഭഗവാൻ ഇവൻ കണ്ടെടുത്ത എല്ലാ വസ്തുക്കളും ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. അവൻ തട്ടിപ്പറിച്ചെടുത്തതാണ് അതൊക്കെ. ഈ 16,000-ൽ കൂടുതൽ സ്ത്രീരത്നങ്ങളെ എന്ത് ചെയ്യും? സ്ത്രീരത്നങ്ങളിൽ പ്രധാനി ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾ ഇനി തിരിച്ചു പോയാൽ എങ്ങനെ ശരിയാകും? നരകാസുരന്റെ തടവറയിൽ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പേരുദോഷം കേട്ട കന്യകമാരാണ്. നരകാസുരനുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ പലതും പറഞ്ഞുണ്ടാക്കും ആളുകൾ. പിന്നെ ആരാണ് ഞങ്ങളെ കല്യാണം കഴിക്കുക? അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിക്കണം. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി സംരക്ഷിച്ചു കൊള്ളാം. അങ്ങനെ അവരെ എല്ലാം ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഓരോ ഗൃഹങ്ങൾ പണിഞ്ഞു കൊടുക്കുകയും ഭഗവാൻ ഓരോ രൂപത്തിൽ അവരുടെ പതിയായി ജീവിച്ചുവെന്നും പറയുന്നു. അതായത് ശ്രീകൃഷ്ണൻ എന്ന ഒരാളല്ല, പല രൂപങ്ങളായി അദ്ദേഹം മാറി. മാധവനായും ദാമോദരനായും അങ്ങനെ പേരുകൾ
പല പേരുകളായി, നരനായും പല പേരുകളായി അദ്ദേഹം ആ ഗൃഹങ്ങളിൽ വസിച്ചുവെന്നും സന്തോഷത്തോടെ കഴിഞ്ഞുവെന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. ശ്രീകൃഷ്ണന് ശരിക്കും 8 ഭാര്യമാരാണ് ഉള്ളത്. പ്രദ്യുമ്നടക്കം ഓരോ ഭാര്യമാരിലും 10 മക്കൾ വീതമുണ്ട്, ഒരു പെൺകുട്ടിയും ഉണ്ട്. എന്തായാലും നമ്മൾ വിഷുവിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ അത് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ടൊന്നും തീരുകയുമില്ല. അപ്പം നമുക്ക് വിഷുവിലേക്ക് വരാം. അപ്പം ഭഗവാൻ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിച്ച, തിന്മയെ കൊന്ന് നന്മയെ ജയിച്ച ദിവസമാണത്രേ വിഷു. ഇതാണ് വിഷുവിനെ കുറിച്ചിട്ടുള്ള ഒരൈതിഹ്യം. ഇനി എൻ്റെ വിഷുവിൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ അച്ഛനെല്ലാം ആഘോഷിക്കുന്നത് ഇഷ്ടമായിരുന്നു. ഒരു വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ കാത്തിരിക്കും, അടുത്ത വിഷു എപ്പോഴാ വരുന്നത് എന്നും കാത്ത്. വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭ്രാന്തായിരുന്നു. തലേ ദിവസം തന്നെ കൊന്നപ്പൂ വിറുക്കാൻ വേണ്ടി ചെറുംകുളത്തിനരികത്ത് പോകും. അവിടെ നിറച്ച് കൊന്നമരങ്ങളാണ് ഉള്ളത്. ആ കൊന്നമരത്തുനിന്ന് കൊന്നപ്പൂ വറുക്കുമ്പോൾ ചെറുംകുളത്തിൽ വീഴും. ചേറ്റിൽ കാല് പൂന്തും. പിന്നെ അവിടുത്തെ ആളുകൾ വന്ന് ഞങ്ങളെ വലിച്ചെടുക്കലാണ് പതിവ്. നിറച്ച് താമരയുള്ള ഒരു കുളമായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു പ്ലാശ് മരമുണ്ട്. അതിന്ന് പ്ലാശിൻ്റെ ഇല പറിച്ച് പുഴുങ്ങലേരി അരച്ച് അമ്മയുണ്ടാക്കുന്ന അട തിന്നാൻ വേണ്ടി ഇലകൾ ശേഖരിക്കും. അങ്ങനെ ഇലകളുമായി ഞങ്ങൾ വീടെത്തും. കൊന്നപ്പൂവും പ്ലാശിൻ്റെ ഇലയും. അമ്മ ഉഴുന്നുവട ഉണ്ടാക്കും. ആ ഉഴുന്നുവട ഇന്നത്തെ കടകളിൽ നിന്നും കിട്ടുന്ന ഉഴുന്നുവടയല്ല, പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉഴുന്നുവടയാണ്. ഉഴുന്നും പച്ചരിയും അരച്ച് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കാൻ വേണ്ടി കുഞ്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ വർഷവും വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അച്ഛനും ഞങ്ങളെ വിട്ടുപോയി, അമ്മ മാത്രം ഉണ്ട്. അതൊക്കെയാണ് അവിടുത്തെ വിഷു ഓർമ്മകൾ. അച്ഛൻ തരുന്ന കൈനീട്ടം ഒരിക്കലും മറന്നിട്ടില്ല. കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിലാണ് ഞങ്ങളെ കാണിക്കുക, ഞങ്ങളുടെ മുഖമാണ് കാണിക്കുക. അമ്മയുടെ മാലയും ഉരുളിയിലുണ്ടാവും, പഴങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വസ്തുക്കളും ഒന്നും ഉണ്ടാവുകയില്ല. വീട്ടിലുള്ള പച്ചക്കറികളോ ധാന്യങ്ങളോ ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വീട്ടിൽ ധാരാളം പച്ചക്കറികൾ, പഴങ്ങളും ആ കാലത്ത് കായ്ച്ചിരുന്നു. വിഷു ദിവസം രാവിലെ നേരത്തെ കണി കണ്ട ശേഷം ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങും. പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങും. അത് കഴിയുമ്പോൾ കൈനീട്ടം കൊടുക്കലാണ് അച്ഛൻ്റെ. ഉമ്മറക്കോലായിലിരുന്ന് അച്ഛൻ്റെ പണിക്കാർക്ക് അച്ഛൻ ഇങ്ങനെ കൈനീട്ടം കൊടുക്കും. ഉച്ച വരെ കൈനീട്ടം കൊടുക്കും. ചില്ലറകളാണ് കൊടുത്തിരുന്നത് അന്ന് കാലത്ത്. പിന്നെ വിഷുക്കഞ്ഞിയാണ് അമ്മ ഉണ്ടാക്കുക. പുളിയമരയിട്ട് ഒരു വിഷുക്കഞ്ഞി, തേങ്ങയൊക്കെ ചിരവിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് തരിക. വയറ് നിറച്ച് കഞ്ഞി കുടിക്കും. ഉഴുന്നുവടയും തിന്നും, അടയുണ്ടാക്കി അതും തിന്നും. അത് കഴിഞ്ഞാൽ വളപ്പൊട്ട് കളിയാണ്. വളപ്പൊട്ട് കളി, ഉപ്പിട്ട് കളി, പല്ലാങ്കുഴി കളി, കണ്ണുകെട്ടിക്കളി, അങ്ങനെ എല്ലാ കുട്ടികളും കൂടെ അർമാദിച്ചിട്ടുള്ള ഒരു വിഷുവായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. വിഷു കഴിഞ്ഞാൽ പിന്നെ വിഷുവേലയാണ്. കരിവേഷം കെട്ടിയ വേഷങ്ങൾ ഇങ്ങനെ വരും, ഭൂതഗണങ്ങൾ. അവർക്ക് പിരിവ് കൊടുക്കണം, പൈസ കൊടുക്കണം. ചിലരൊക്കെ പനങ്കള്ളൊക്കെ കുടിച്ചിട്ടാണ് വരിക. നല്ല രസമാണത്. അവരുടെ ആടിയുള്ള വരവും അവരുടെ കളിയും അവരുടെ പറച്ചിലുകളും പാട്ടും നാടൻ പാട്ടും പ്രത്യേക പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ എന്ത് രസമാണെന്നോ കേൾക്കാനും. അത് കഴിഞ്ഞാൽ അമ്മാവൻ വരും. മുതലമടയിൽ നിന്നൊരു അമ്മാവൻ വരും, അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്തിയുണ്ട്. ഞങ്ങൾ കുട്ടികളെല്ലാം ഒളിച്ചോടി വീടിൻ്റെ പുറത്ത് പോയി ഇരിക്കും, തിണ്ണയിൽ പോയി കിടക്കും. അമ്മാവനെ പേടി. അമ്മാവൻ്റെ കയ്യിലെ കത്തി എന്തിനാന്ന് ഞാനൊരു ദിവസം ചോദിച്ചു. അപ്പം അമ്മാവൻ പറഞ്ഞു, ഞാൻ നടന്നു വരുന്നത് രാത്രിയല്ലേ, വഴിയിൽ യക്ഷികളുണ്ടാവും, കരിമ്പനയുടെ മുകളിൽ യക്ഷികളുണ്ടാവും. അവർ ചിലപ്പോൾ എന്നോട് ചുണ്ണാമ്പ് ചോദിക്കും. അപ്പം ഞാൻ കത്തിയിൽ നീട്ടും. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യക്ഷികൾക്ക് ഇരുമ്പിനെ പേടിയാണ്. അന്നു മുതൽ എനിക്ക് അമ്മാവനെ പേടിയായി. കാരണം യക്ഷികളുമായിട്ടല്ലേ സംവദിക്കുന്നത്. അങ്ങനെ വലിയച്ഛനാണെങ്കിൽ വഴിയിൽ നിൽക്കുന്ന ചുമട് താങ്ങി കല്ലുകളെയൊക്കെ നെഞ്ഞത്തേറ്റുന്ന ആളാണ്. അത്രയും ശക്തിയുള്ള ആളാണ്. വലിയൊരു മനുഷ്യനാണ്. 12 വിരലായിരുന്നു കാലിൽ. അദ്ദേഹം ഞാൻ ജനിക്കുമ്പോൾ തന്നെയൊക്കെ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ അമ്മാവൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും. അമ്മയുടെ ആങ്ങളെയും വന്ന് കഥകളൊക്കെ പറയും, പാമ്പമ്പാലത്തിൻ്റെ കഥകളുമൊക്കെ. ഇതൊക്കെയാണ് വിഷുവിൻ്റെ പിറ്റേ ദിവസം നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ കണ്ണിയാർ കളി ഉണ്ടാവും, വിഷുക്കളി ഉണ്ടാവും, വിഷുവേലി ഉണ്ടാവും. എല്ലാം ഈ വെയിലത്ത്, പൊരിഞ്ഞ വെയിലത്താണ് നടക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ജനിച്ച വീട്ടിലെ ഓർമ്മകൾ. അന്നു തന്നെ കുഞ്ചിയും കാളിയും കേത്തനും
വെള്ളച്ചിയും കല്യാണിയും ഒക്കെ കൈനീട്ടം വാങ്ങാൻ വരും. പണിക്കാരാണ് ഞങ്ങളുടെ. അച്ഛനൊരു കർഷകനായിരുന്നു, ജന്മിയായിരുന്നു. ഒരുപാട് പാടങ്ങളും നെല്ലും ഒക്കെ ഉള്ള ഒരു വലിയ വീട്. ചിലമ്പത്ത് തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. മുത്തശ്ശനും വലിയൊരു കർഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ നെല്ലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതൽ കാണാപ്പാടമാണ്. വട്ടിയും മുറവുമായി കേത്തനും കാളിയും വരും. അവർക്ക് അച്ഛൻ കൈനീട്ടം കൊടുക്കും. കവറകളാണ് അവരാണ് ആ വർഗമാണ് ഇങ്ങനെ കൃഷിക്കാവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അവർക്ക് അമ്മ കഞ്ഞി കൊടുക്കുമായിരുന്നു, ഉഴുന്നുവടയും കൊടുക്കുമായിരുന്നു. പിന്നെ കൈനീട്ടവും വാങ്ങി അവരങ്ങനെ പോകും. അതും ഓർമ്മകളാണ്. ഇനി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലാണെങ്കിലും ഇവിടെയും അച്ഛനൊരു കർഷകനാണ്. ഒരുപാട് പണിക്കാരുള്ള വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. ഇവിടെയും വിഷു ഗംഭീരമായിട്ട് തന്നെയാണ് ആഘോഷിക്കാറ്. ഇവിടുത്തെ അച്ഛൻ എല്ലാവർക്കും, എല്ലാ പണിക്കാർക്കും കൈനീട്ടം കൊടുക്കാറുണ്ട്. വിഷു നന്നായിട്ട് തന്നെ ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇനി ഇപ്പോൾ എൻ്റെ വീടായ അരുണോദയത്തിൽ ഞാൻ ഒരുക്കിയ കണിയും മറ്റു വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വിഷു കാഴ്ചകളിലേക്ക് പോകാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതിയേ, ചിലുചിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഇനി എൻ്റെ വീട്ടിലെ കണി ഒരുക്കിയത് ഞാൻ പരിചയപ്പെടുത്താം. ഒരു ചെറിയ ഉരുളിയിൽ, ഓട്ടുരുളിയിൽ കൈനീട്ടം കൊടുക്കാനുള്ള പണവും വെറ്റില അടക്കിയും പച്ചരിയും സ്വർണവുമാണ് എടുത്തിട്ടുള്ളത്. വലിയ ഒരു ഓട്ടുരുളിയിൽ വീട്ടിലുള്ള പഴവർഗ്ഗങ്ങളാണ് ഒരുക്കിയത്. മൈസൂർ പൂവൻ പഴം, പപ്പായ പഴുത്തത്, കണിവെള്ളരി, വാൽക്കണ്ണാടി, മുന്തിരി, ഓറഞ്ച്, മാങ്ങ തുടങ്ങിയ, മാതളം തുടങ്ങിയ പഴങ്ങൾ ഭഗവാന്റെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ മുന്നിൽ കണിവെള്ളരിയാണ് ആദ്യം വെക്കേണ്ടത്. ചക്കയും ഉണ്ണിയപ്പവും ഗണപതിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്, അതടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായ പച്ചക്കറികളും ക്യാരറ്റ്, മത്തൻ തുടങ്ങിയവ വാങ്ങിയതും ഒരു അലുമിനിയം ഉരുളിയിലും വെച്ചു. നിലവിളക്ക് വെച്ചു, അതിൽ 5 തിരിയിട്ടു, നല്ലെണ്ണയും ഒഴിച്ചു വെക്കണം. പടക്കം കൂടി കണിക്കായി വെച്ചിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയ കൊന്നമരം പൂത്തതാണ്. കൊന്നപ്പൂ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭഗവാന്റെ മേലും താഴെയുമൊക്കെ കൊന്നപ്പൂ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പട്ട് ഉടുത്തു കൊടുത്തിട്ടുണ്ട്. ഭഗവാന് ഇഷ്ടമുള്ള തുളസിമാല കോർത്ത് കഴുത്തിൽ അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് ഭഗവതിയാണ് ഇരിക്കുന്നത്, ഇപ്പുറത്ത് ഗണപതിയും. ഗണപതിക്ക് കൊടുത്തില്ലെങ്കിൽ കോപിക്കും, എവിടെയും വിഘ്നം വരുത്തും. അതുകൊണ്ട് തന്നെ ഗണപതിയെ ഞാൻ ആദ്യം വെക്കാറാണ് പതിവ്. ഉരുളിയിൽ വാൽക്കണ്ണാടി നോക്കി നമ്മുടെ മുഖമാണ് ആദ്യം കാണേണ്ടത്. നാമാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മളും നന്നായാൽ, അങ്ങനെ ഓരോരുത്തരും നന്നായാൽ ഈ ലോകം നന്നാവുമെന്നത്രേ വിഷുവിന്റെ വിശ്വാസം. ഭഗവാനും ദേവിയും ഗണപതിയും കണി നമുക്ക് കാണുന്നതിന് വേണ്ടി ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി
കണി സാധനങ്ങളും ഒരുക്കി. ഇന്ന് സദ്യ ഉണ്ടാക്കണം, വിഷു സദ്യ. അപ്പോൾ ദാ പുലർച്ചെ 4 മണിക്ക് ഞാൻ എണീറ്റ് കണി കണ്ടു. അച്ഛൻ എനിക്ക് കൈനീട്ടമൊക്കെ തന്നു. അച്ഛനാണ് ഇവിടെ കൈനീട്ടം തരാറ്. ഭഗവത്ഗീതയുടെ ഗ്രന്ഥം ഇവിടെയുണ്ട്, അതും കൂടി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗണപതിക്ക് ഇഷ്ടമുള്ള ചക്കയും ഉണ്ണിയപ്പവും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വീട്ടിലുണ്ടായ പച്ചക്കറികളും. വിഷുസദ്യ ഉണ്ടാക്കുന്നതിനായിട്ട് സാമ്പാർ ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊന്നും മാങ്ങ കൂട്ടാൻ ഇഷ്ടമല്ല. മാങ്ങാ കറിയാണ് ഉണ്ടാക്കാറ്, വിഷുവിന് അതാണ് ഉണ്ടാക്കാറ്, ഇടിച്ചു പിഴിഞ്ഞ പായസവും. ഇത് രണ്ടും കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പായസവും സാമ്പാർ വെക്കാനും തീരുമാനിച്ചു. ചോറ് നേരത്തെ തന്നെ തയ്യാറാക്കണം. 11 മണിക്ക് തന്നെ വിഷു സദ്യ തുടങ്ങണം. എൻ്റെ വീട്ടിലൊക്കെ വിഷുക്കഞ്ഞിയാണ്, പക്ഷെ ഇവിടെ സദ്യയാണ് ഒരുക്കാറ്. പണിക്കാരൊക്കെ കൈനീട്ടത്തിനായി വരും, കൈനീട്ടം കൊടുക്കും. രാവിലെ പടക്കവും പൊട്ടിക്കും. പുളിയിഞ്ചി കൂടി ഉണ്ടാക്കണം. പപ്പടം നിർബന്ധമാണ്, പാൽപ്പായസവും. ഇത്രയുമാണ് എൻ്റെ വിഷു സദ്യ. അച്ചാറും ഉണ്ടാവും. കണി കണ്ട ശേഷം പടക്കം പൊട്ടിക്കാനായി ഇറങ്ങി. വിഷ്ണുചക്രവും പൂത്തിരിയും മത്താപ്പും കമ്പിത്തിരിയും ഓലപ്പടക്കവും മാലപ്പടക്കവും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് വീട്ടുമുറ്റത്ത് പൊട്ടിക്കാൻ തുടങ്ങി. ഞാൻ കമ്പിത്തിരി മാത്രമേ കത്തിക്കാറുള്ളൂ. ഓലപ്പടക്കമൊക്കെ പൊട്ടിക്കാൻ പേടിയാണ്. പടക്കം പൊട്ടിച്ച ശേഷം സദ്യ ഒരുക്കുന്ന പണികളിലേക്ക് ഞാൻ പോയി. മുറ്റത്തൊക്കെ നല്ലപോലെ ഓലപ്പടക്കത്തിൻ്റെയും മറ്റു പടക്കങ്ങളുടെയും അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിക്കിടന്നു. എൻ്റെ കയ്യിൽ പൂത്തിരി, നിന്റെ കയ്യിൽ പൂത്തിരി, എന്നും പൊട്ടിച്ചിതറുന്ന വിഷുപ്പുലരി എന്ന പാട്ടൊക്കെ ഓർമ്മ വന്നു. കൽച്ചട്ടിയിൽ പുളിയിഞ്ചി റെഡിയായി, ചോറും റെഡിയായി, അവിയലും റെഡിയായി, സാമ്പാറും റെഡിയായി, പായസം കൂടി ഉണ്ടാക്കി. വിഷു സദ്യ നേരത്തെ തന്നെ ഞങ്ങൾ കഴിക്കും. അപ്പം ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആശംസിക്കുന്നു.